കേരളത്തിലേക്ക് രാസലഹരി ഒഴുക്കുന്ന സംഘത്തിലെ പ്രധാനിയായ കോങ്കോ പൗരനെ വലയിലാക്കി കേരള പോലീസ്. മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിൽ ക്യാപ്റ്റൻ എന്ന് വിളിപ്പേരുള്ള റെങ്കാര പോളിനെയാണ് ബംഗളൂരു മടിവാളയിൽ നിന്ന് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കഴിഞ്ഞ മാസം 200 ഗ്രാം MDMA-യുമായി വിപിൻ എന്നയാളെ അങ്കമാലിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ രാസലഹരി കടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. ഈ കേസിന്റെ തുടരന്വേഷണമാണ് കോങ്കോ സ്വദേശിയിലേക്ക് എത്തിയത്. മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിൽ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ഇയാൾ 2014 സ്റ്റുഡന്റ് വിസയിൽ ബംഗളൂരുവിലെത്തിയത്. പഠിക്കാൻ പോകാതെ മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. രാസലഹരി നിർമ്മിക്കാനും തുടങ്ങി. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരിയിൽ ഇയാളുടെ സംഘം വഴിയാണെന്നാണ് കരുതുന്നത്. സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ MDMA സപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. സോ ഈ സോഴ്സ് കിട്ടിയിട്ട് നമുക്ക് കൂടുതൽ ബാംഗ്ലൂരിൽ നിന്ന് സോഴ്സ് പിന്നെ മറ്റ് സംസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആളിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും. സോ നല്ല ഒരു ക്യാച്ചാണ്. കൂടാതെ നമ്മുടെ ജില്ലയിലെ വളരെ വ്യാപകമായ ലഹരിനെതിരെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. സംസ്ഥാൻ വൈഡ് ഓപ്പറേഷൻ ഡി ഹാൻഡ് നടത്തുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് റെങ്കാര പോൾ വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഫോൺ വഴി ഇയാളെ ബന്ധപ്പെടാൻ സാധിക്കില്ല. ഗൂഗിൾ പേ വഴി തുക അയച്ചു കൊടുത്താൽ മയക്കുമരുന്ന് ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. തുടർന്ന് ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കും. അവിടെ പോയി ശേഖരിക്കണം. ഇതാണ് ഇയാളുടെ രീതി. ബംഗളൂരു പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ കേരള പോലീസ് വലയിലാക്കിയത്. ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 745 NDPS കേസുകളാണ് എറണാകുളം റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 24 കൊച്ചി.